അവൾ എഴുന്നേറ്റില്ലേ? എല്ലാം നഷ്ടപ്പെട്ട എൻ്റെ കുട്ടി. അങ്ങനൊന്നും പറയല്ലേ. ഇനി അവക്ക് നമ്മളല്ലേ ഉള്ളൂ. അവളെ നമുക്ക് പൊന്നുപോലെ നോക്കണം. നമുക്ക് കുട്ടിയോ അമ്മേ, നീ തന്നെ പോയി അവളെ ഒന്ന് സമാധാനിപ്പിക്കും. അമ്മേ, പപ്പ, വിനു, എന്താ മോളെ? മോള് കരഞ്ഞിരുന്നാ മതിയോ? ചായ കുടിക്ക, കുറച്ച് കുടിക്ക്. പിന്നെ എങ്ങനെയാ? എന്റെ പൊന്നല്ലേ, കുടിക്ക് മോളെ, കുറച്ചുകൂടി കുടിക്ക്. എന്റെ മോളല്ലേ, കുടിക്ക്, കുറച്ച് കുടിക്കടാ മോള്, കുടിക്ക്. ഇങ്ങനെയാ വിധിയല്ലേ മോളെ, നമ്മൾ എന്ത് ചെയ്യാനാ? വിധിയാ. പക്ഷേ കുറെ ആളുകൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തിയോടെ ദുരന്ത ഫലല്ലേ ആ കണ്ടത്. നമ്മൾ എന്ത് ചെയ്യും മോളെ? ചേട്ടൻ ഇത്ര ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നീനുമോള് യഥാർത്ഥ അവസ്ഥയിലേക്ക് വരാതെ എനിക്ക് ഒരു സമാധാനമില്ല. എല്ലാം ശരിയാവും ചേട്ടാ. നീ പറഞ്ഞല്ലേ ഒരു പരിസ്ഥിതി പ്രവർത്തകനെ കുറിച്ച്? ആ, അവനാളാപ്റ്റ. അങ്ങനെയാണെങ്കിൽ അവനിലൂടെ നമുക്ക് അവളെ മാറ്റിയെടുക്കാം അല്ലേ? അവൻ അതിന് കഴിയും, എനിക്ക് ഉറപ്പാ. എന്തു പറയാനാ, എല്ലായിടത്തും പല പ്രശ്നങ്ങളാ. അതെ, റോയി ചേട്ടന്റെ ആ ചെറിയ പെട്ടിക്കടയാണ് സാധനങ്ങൾ പിടിച്ചു. എന്താടാ? എന്താന്നോ, മയക്കുമരുന്ന് 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് സപ്ലൈ ചെയ്യാനത്ര. ഓ എടാ, കോറി മുതലാളിമാരും പരിസ്ഥിതി നശീകരണക്കാരും ഒരു വഴി. അതിനിരയായവരല്ലേ അളിയനും പെങ്ങളും കുഞ്ഞും. പ്രകൃതി ഒരു വരദാനമാണ്. പ്രകൃതിയെ നാം കാത്തു സൂക്ഷിക്കണം. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ കേരളത്തിന്റെ ഭംഗി ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. എല്ലാവരും സ്നേഹവും ഐക്യവും നിലനിർത്തി നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കണം. മനുഷ്യരുടെ അതിര് കവിഞ്ഞ കടന്നുകയറ്റം മൂലം പ്രകൃതിയുടെ നന്മകൾ പലതും അപ്രത്യക്ഷമാവുകയും അതുമൂലം പലതരം പ്രശ്നങ്ങൾ നാം നേരിടുകയും ചെയ്യേണ്ടി വരുന്നു. പ്രകൃതിയെ സംരക്ഷിക്കണത്രേ. ഇതൊക്കെ വിദ്യാർത്ഥികളുടെ പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിക്കുന്ന കാര്യമില്ലേ? പഠിപ്പും അത്രാസമുള്ള ചിലർക്കൊക്കെ ഇതൊന്നും ബാധകമല്ലത്രേ. അമ്മേ, ഓ, ഇതൊക്കെ പഠിച്ചെഴുതിയാലേ പിള്ളേർക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടൂ. അതൊക്കെ ശരിയാ. നീ ഇന്നത്തെ പത്രം വായിച്ചോ? വിഷം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്ന വണ്ടി പിടിച്ചു അത്രേ. എല്ലാ സ്ഥലത്തും കുഴപ്പം തന്നെ. ക്രൂരന്മാര്. പണ്ടൊക്കെ സൗകര്യം കുറവും സമാധാനം കൂടുതലും ആയിരുന്നു. ഇപ്പൊ സൗകര്യങ്ങൾ കൂടുകയും ചെയ്തു, മനസമാധാനം ഇല്ലാണ്ടുമായി. മുത്തശ്ശി, വാ മോനെ, പഠിപ്പ് കഴിഞ്ഞോ? പഠിച്ചു. മുഴുവൻ? ആ, പഠിച്ചാ മാത്രം പോരാ, മിടുക്കനായിട്ട് വളരണം. ശരി മുത്തശ്ശി. സമൂഹത്തിന് നന്മകൾ ചെയ്യാൻ നമുക്ക് കഴിയണം. കുഴപ്പക്കാരെ തിരിച്ചറിയാനും കഴിയണം. മുത്തശ്ശി മോനും അച്ഛനൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞോ? ഞങ്ങള് നാട്ടുവർത്താനം പറഞ്ഞതാണേ. സാജുവേട്ടാ, ഇന്ന് നേരത്തെ വരുമോ? ആ സിബിയേട്ടന്റെ വീട്ടിലെ കാര്യം അറിയാലോ. അതൊരു വലിയ വിഷമം പിടിച്ച കാര്യം തന്നെ. ആ കുട്ടി മാത്രം ഒറ്റപ്പെട്ടില്ലേ? അങ്ങനെ എത്ര കുടുംബങ്ങളാ ദുരന്തത്തിൽപ്പെട്ടത്. ആ വിപിനെ അവൻ്റെ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവൻ ഒരുപാട് കഴിവുള്ളവനാണ്.
അങ്ങനെയെങ്കിലും ആ റീനമോളൊന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. നീ പറഞ്ഞാലും കാര്യമുണ്ട്. അതാ ഞാൻ നേരത്തെ വരാൻ പറഞ്ഞത്. അന്വേഷിച്ച് വിളിച്ചിരുന്നു. ഇന്നാ പയ്യനുമായി അവരെല്ലാരും സംഗമിക്കുകയാണ്. നമുക്കതിൽ പങ്കുചേരണം. എല്ലാം നിന്റെ ആഗ്രഹം പോലെ. എന്നാ ഞാൻ പോയി വരാം. ഓ, നിങ്ങളുടെ പ്രധാന കക്ഷി എപ്പോഴാ വരണ? അവന് ഭയങ്കര തിരക്കാ അല്ലടാ. എങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവൻ വരാതിരിക്കില്ല. എങ്കിലും എൻ്റെ മോള് എന്താ ഇത്? മോളെ, നീ എപ്പോഴും ഇങ്ങനെ ആയാൽ ഞങ്ങൾ എന്താ ചെയ്യാ? എന്നാലും നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു കിട്ടുമോ അങ്ങളെ? ഞാൻ മോൾക്ക് ഒരു കൗൺസിലിംഗ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കൗൺസിലിംഗ് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. അത് വേണോ അങ്ങളെ? ഞങ്ങൾക്ക് നിന്നെ പഴയതുപോലെ തിരിച്ചു കിട്ടണം. അന്നേ, ഭക്ഷണം റെഡിയായില്ലേ? ഓ, റെഡിയാണ്. നമുക്ക് ഒരുമിച്ച് കുറച്ചെങ്കിലും കഴിക്കാം. എനിക്ക് വേണ്ട അങ്ങളെ. അത് പറ്റില്ല. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഞാൻ ആദ്യത്തെ പിടി എന്റെ റീനമോക്ക് തരുന്നു. ആ ഉം. എന്റെ വിനു, മോളെ, എന്താ ഇത്? നീ ഭക്ഷണം കഴിക്കേ. കഴിക്കും മോളെ. മതി. ഇനി വേണ്ട. മുത്തശ്ശി എനിക്ക് എപ്പോഴും പാട്ടും കഥയൊക്കെ കേൾപ്പിച്ചു തരാറില്ലേ? ഇന്ന് എനിക്കൊരു പാട്ട് കേൾപ്പിച്ചു തരുവോ? ഇന്ന് വേണ്ട കുട്ടിയെ. അതെന്താ? ഇന്ന് മോനൊരു പാട്ട് പാട്. എന്റെ ക്ലാസ്സിലെ അൻസിയ മോളൊരു പാട്ട് പാടി. നല്ല പാട്ടാ. അത് ഞാൻ കേൾപ്പിച്ചു തരാം. അകലെ വയൽ കിളിയേ, നീ പൂമര കൊമ്പുകൾ കണ്ടില്ലേ. ബാക്കി കിട്ടുന്നില്ല മുത്തശ്ശി, ഞാൻ മറന്നുപോയി. മിടുക്കൻ, വളരെ നന്നായിട്ടുണ്ട്. അൻസിയ മോളി പാട്ട് ആനിവേഴ്സറിക്ക് പാടുന്നുണ്ടത്രേ. ആ, അച്ഛൻ വന്നല്ലോ. സജോട്ടാ, ചായ എടുക്കട്ടെ? ആ ചായയും കൊഴുക്കട്ടയും എടുത്തോ. വിശന്നിട്ട് വയ്യ. എനിക്കും അതാ ഇഷ്ടം. ജങ്ക് ഫുഡ് ഒന്നും കഴിച്ച് വയറ് കേടുവരുത്തരുതെന്ന് എന്റെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ആ, മിടുക്കൻ. എല്ലാരും അവരവരുടെ മക്കളെ പൊന്നുപോലെ സ്നേഹിക്കും. പക്ഷെ നമ്മൾ അറിയാതെ കൊടുക്കുന്നതോ വിഷം കലർത്തിയ ഭക്ഷണമായിരിക്കും. എത്ര പേര് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും? നീ പറഞ്ഞത് കാര്യാ. ഹലോ, എത്ര പ്രാവശ്യമായി വിളിക്കുന്നേ? തന്നെ എടാ, ഇത്ര ദിവസം കുറച്ച് തിരക്കായി പോയി. ഇന്ന് എന്തായാലും അവിടെ പോയേ പറ്റൂ. ഇന്ന് ഞാൻ ഉറപ്പായിട്ട് വരും. നിർബന്ധമായും പോണം. ദേ വരുവാണ്. ഈ സംഗമത്തിൽ ഞങ്ങൾ പങ്കെടുക്കണമെന്ന് ഇവൾക്ക് നിർബന്ധമായിരുന്നു. അത് ഞാൻ പ്രത്യേകം വിളിച്ചു പറഞ്ഞതല്ലേ. അവരെത്തില്ലോ. ഇപ്പൊ വരും. വരും വരും. സിബി ചേട്ടാ, ഇതാണ് ചാൾസ്. ഹായ്. ഹായ്. ഇവൻ നമ്മുടെ ചങ്കാനട്ടാ. ഏത് പ്രശ്നത്തിനും പരിഹാരമുള്ള ആളാണ്. ഒരു വിഷയമല്ല. കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോളെ, ചാൾസ്, ഇതാണ് ഞങ്ങളുടെ റീന. ഹായ് റീന. ഹായ്. എനിക്ക് കഴിയുന്നത്ര ഞാൻ പരിശ്രമിക്കാം. അത് മതി. പോയിട്ട് വരാം. എന്നാ ശരി. ഓക്കെ. നോക്ക്. ഒന്ന് ചിരിച്ചോണ്ട് നിന്ന് ആ വൃക്ഷത്തിലേക്ക് ഒന്ന് നോക്ക്. എന്താണ്? ഞങ്ങൾ വരണേട്ടാ. ആരൊക്കെ ഇത്? വരൂ. ഹലോ. വാവേ, ഹലോ. വാ. അവന് ചെറിയൊരു പരിചയക്കുറവുണ്ട്. മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം?
അവിടെ ഇരിക്കൂ. ഇരിക്കാം ഇരിക്കാം. വിശേഷങ്ങളൊക്കെ അറിയാലോ. കൗൺസിലിംഗ് ഒന്ന് കഴിഞ്ഞു. മോളുടെ സന്തോഷം കണ്ടെത്താനുള്ള വഴികളാണ് അവരും പറഞ്ഞത്. വിളിമെടുക്കുക അല്ലേ മോളെ? ജനങ്ങളുടെ പോരാട്ടത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുക. അതെ, സംസാരിച്ചിരുന്ന് ഒരു വെള്ളം പോലും തന്നില്ല. ഞാനിപ്പോ വെള്ളം എടുത്തിട്ട് വരാം. റീന, ഈ മാറ്റം എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും. അതിന് കാരണം താങ്കളല്ലേ? ജോലിയുടെ കാര്യം എന്തായി? കൈക്കൂലി അതാണല്ലോ പ്രശ്നം അല്ലടാ. ചാൾസിന്റെ സഹകരണം വലിയ ഉപകാരമായില്ലേ? അതെ, ഇവരാണല്ലോ ചാൾസിനെ ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. ചാൾസും ആ മൂസയും ഞങ്ങളുടെ പുറകെ വരാന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെയാണ് നമ്മുടെ നാടിന് ആവശ്യം. അത് പിന്നെ പറയാനുണ്ടോ? ആ അവരെത്തിയല്ലോ. ആ, ഹായ്, വരൂ. വരൂ. ഓ, ഇവൻ നമ്മുടെ പുലിയാണട്ടാ. നിങ്ങൾക്കറിയാമോ, പ്രളയത്തിലും ഉരുൾപൊട്ടലിലും സജീവമായി പ്രവർത്തിച്ച ആളായിരുന്നു. എന്നെപ്പോലും വെറുതെ വിടാത്ത വ്യക്തിയാ. സാർ എന്തായി? മോളുടെ കാര്യത്തിൽ നല്ല മാറ്റമില്ലേ? നല്ല മാറ്റമുണ്ട്. ഒരുപാട് കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളാ. ജീവിച്ചിരിക്കുമ്പോ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? മനുഷ്യത്വം മരിക്കുമ്പോൾ പിശാച് ഉറഞ്ഞുതുള്ളൂ. അതിന്റെ പുറകെ പോകുന്നവരാ കുഴപ്പക്കാര്. സമ്പത്തിനോടുള്ള അമിതമായ ആർത്തി, അതാണ് എവിടെയും പ്രശ്നം. നമുക്ക് മനുഷ്യരാവാൻ ശ്രമിക്കാം. ഞാൻ അതിന്റെ ഒരു കണ്ണിയാവാൻ ട്രൈ ചെയ്യുന്നതെന്ന് മാത്രം. ഫിലോസഫി ഒരുപാട് കേൾക്കാനുണ്ട്. അതെ അതെ. ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ സൗഭാഗ്യങ്ങൾ നേടിയ പോലുണ്ട്. എന്താ ഉദ്ദേശിച്ചത്? ഏയ് ഒന്നുമില്ല. ഞങ്ങളുടെ മകളെ ഈ ഒരവസ്ഥയിലാക്കിയതിന് വളരെയേറെ സന്തോഷമുണ്ട്. സന്തോഷം മാത്രല്ല, ഞങ്ങളുടെ റീനയെ ചാൾസിനെ ഏൽപ്പിക്കുകയാണ്. എന്താ, സമ്മതമല്ലേ? ആന്റി, എന്റെ ജീവിതം ഇനി പോരാട്ടത്തിന് വേണ്ടി മാത്രമാണ്. ഇദ്ദേഹത്തിനോട് എനിക്ക് നന്ദിയുണ്ട്, പക്ഷേ ഈ വിവാഹത്തിന് എനിക്ക് സാധ്യമല്ല. മോളെ, ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഇനി എന്റെ ജീവിതം ഞാൻ ചെലവഴിക്കുള്ളൂ. മാത്രമല്ല, അനീതികൾക്കെതിരെയുള്ള എല്ലാ പോരാട്ടത്തിലും ഞാനുണ്ടാകും. മോളെ, അതാണ് നിന്റെ ഇഷ്ടം? അതെ അങ്കിൾ. റീന, ഈ പോരാട്ടത്തിൽ ഞങ്ങളും പങ്കാളികളാകുന്നു. ചേച്ചി, ഈ പോരാട്ടത്തിൽ എന്നെയും കൂട്ടണേ. ഹൈ. മരവിക്കാത്ത മനസ്സോടെ നിഷ്കളങ്ക ഹൃദയം തുറന്നാൽ ജനനന്മയും നാടിനുയർച്ചയും സാധ്യമാകും. അതല്ലെങ്കിൽ റീനയെപ്പോലെ എല്ലാം നഷ്ടപ്പെട്ടവരെ ഇനിയും കാണേണ്ടി വരും.